ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നേരത്തെ കാണിച്ച വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ കട്ടിങ് പാർട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. തമ്പർല പലാസോ ആണ് ഇതിൻ്റെ കട്ടിങ്. നല്ല വിശദമായിട്ട് ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിൽ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ടിങ് എന്നൊക്കെ അറിയണം എന്നുള്ളവർ ആ വീഡിയോ എടുത്താൽ മതി. ഐ ബട്ടണിൽ ഞാൻ കൊടുക്കട്ടോ ഇതിൻ്റെ വീഡിയോ ലിങ്ക്. അപ്പോൾ ആദ്യം തന്നെ പാൻറ്റിൻ്റെ രണ്ട് സൈഡും നെറുഭാഗം നമ്മൾ രണ്ടും കൂട്ടി പിടിച്ചിട്ട് അത് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഡബിൾ സ്റ്റിച്ച് ഇടണം എപ്പോഴും. അപ്പോൾ പാൻറ്റിൻ്റെ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നെറുക്കൊരു പീസ് ഉണ്ടല്ലോ അത് ജോയിൻ ചെയ്യണം കേട്ടോ. അത് 3 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ആ പീസ് നെറുഭാഗത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിൽ ചെയ്തതേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ചെയ്ത ശേഷം 17 ഇഞ്ചിൽ അലാസ്റ്റിക് ഫുള്ളായിട്ട് മുറിച്ചിട്ടില്ല, 17 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണിച്ച പോലെ ആ വക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം അലാസ്റ്റിക് അവിടെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ നേരെ വലിച്ചാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം കംപ്ലീറ്റ് അലാസ്റ്റിക് വലിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ 17 ഇഞ്ചിൽ അളവ് ഇട്ടിട്ടുണ്ട്. ആ അളവ് വരെ വലിച്ചെടുത്തിട്ട് അവിടെ കറക്റ്റാക്കി വെച്ച ശേഷം അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട്. അതിന് ശേഷം അവിടെ അലാസ്റ്റിക് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ക്ലോത്ത് ഒരു പോണാവും. അതിൻ്റെ ശേഷം നടുഭാഗത്തിലൂടെ ഇതിൽ കാണിച്ച പോലെ ഒരു സ്റ്റിച്ച് ഇടുക കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ള അവസ്ഥ. ഇനി അലാസ്റ്റിക്കിൻ്റെ രണ്ട് സൈഡും കൂട്ടി പിടിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അലാസ്റ്റിക്കിൻ്റെ ഭാഗം പൊന്തി നിൽക്കും. അതൊന്ന് നമുക്ക് അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, വിട്ടുപോയതാണ്. അടുത്തത് തായ് ഭാഗത്ത് കാലിൻ്റെ ഭാഗം കൂട്ടി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. 2 കാലും പിടിച്ചിട്ട് താഴത്ത് നിന്ന് വരെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം അടിഭാഗം റോള് ചെയ്താണ് റോൾ ഹെമ്മിൻ്റെ ഫൂട്ട് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതുക്കെ കയറ്റി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ വികൃതികൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറുതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. നല്ല 4 ഇഞ്ചിലായിട്ടാണ് അത് ചെയ്യുക. അതേപോലെ ചെറിയതായിട്ട് കിട്ടും. അടുത്തത് ടോപ്പിൻ്റെ നെക്കാണ്. നെക്ക് ഞാൻ കട്ടിങ്ങിൽ കാണിച്ചെന്ന പോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഓരോ നോച്ചിട്ട് കൊടുക്കുക. ഓരോ കർവിലും ഇതുപോലെ ഓരോ നോച്ചിട്ട് കൊടുത്ത ശേഷം നേരെ മറിച്ച് ആദ്യം ആ പീസൊന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 സൈഡ് ഭാഗം ഒന്ന് മടക്കി അടിക്കുകയും ചെയ്യണം. ഇതിൽ കാണിച്ച പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യുക. ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യണ കാണിക്കണമല്ലോ, പക്ഷേ എങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നത്. അതിന് ശേഷം ഫുള്ളായിട്ട് 1 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒക്കെ കഴിഞ്ഞ് ഇതിന്മേൽ ചെറുതായിട്ട് കൊടുക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ കാണിക്കണത്. ഇത് 2 V പോലെ വരുന്ന രൂപത്തിൽ ഈ ഒരു ലേസ് ഞാൻ ഇതിന്മേൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഈ ലേസ് നന്നായിട്ട് ഇതിന്മേൽ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ നടുഭാഗത്തൊരു കട്ടിട്ടിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടിയില്ലാഞ്ഞാൽ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ വലിയൊരു വൃത്തി കിട്ടൂല. ഇതിന് ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് നല്ലൊരു സാറ്റിനാണ്, ഹെവി സാറ്റിനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ്ങൊന്നും കൊടുത്തിട്ടില്ല. മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ ചെയ്ത ഡ്രസ്സാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇനി അപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോണൊക്കെ കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചാറ്റ് അടിച്ചാൽ നോക്കിയ നേരത്താണ് ഈ വീഡിയോ ഫോണിൽ കണ്ടത്. അപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചതല്ലേ, അത് നിങ്ങൾക്കും വേണ്ടിയിട്ട് കാണിച്ചും തരാമെന്ന് കരുതി അതാണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് അപ്ലോഡ് ചെയ്യണത് കേട്ടോ. കാരണം ഈ ഡ്രസ്സ് ഇട്ട് ഏകദേശം അതിനകത്ത് ആയിട്ടുണ്ട്. അത്രയും ഒഴിവാക്കാനുള്ള പരുവത്തിൽ ഈ ഡ്രസ്സായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി വീഡിയോസിൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്, എടുത്ത് വെച്ച് എന്നല്ലാതെ ഒരു വീഡിയോസും ഇതുവരെ ശരിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇനി ഓരോരോ കാരണങ്ങളാൽ. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോസായിട്ട് എൻ്റെ ഫോണിലുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കയ്യാണെങ്കിൽ ഡെയിലി ഓരോ വീഡിയോസ് ഞാൻ ഇടാൻ നോക്കാം, എഡിറ്റ് ചെയ്യാൻ കയ്യാണെങ്കിൽ മാത്രം. ഉറപ്പൊന്നും പറയത്തില്ല ഇൻഷാ അല്ലാഹ്, എന്നാലും ഡെയിലി ഷോർട്ട് വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും
ഇതേപോലെ ഞാൻ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ നടുഭാഗത്ത് കുറച്ച് ബീഡ്സൊക്കെ പഞ്ചിങ് ബീഡ്സ് ചെയ്യാമെന്നാണ് കരുതിയത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 ഭാഗം ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ അടുത്തത് ചെയ്യണേ. സിബ് അറ്റാച്ച് ചെയ്യാൻ 1 ഇഞ്ച് വിട്ടണം, ആകെ 3/4 ഇഞ്ച് സിബ് അറ്റാച്ച് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ 1 ഇഞ്ചിൽ ഇതിന് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നേരെ ഇത് കണ്ടല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് നടുവ് കൂടെ ഒരു ലോങ് സ്റ്റിച്ചാണ് ഇട്ടത്. അതിന് ശേഷം ഇത് നിർത്തി വെച്ചിട്ട് നേരെ നടുവൊന്ന് പ്രസ് ചെയ്തെടുത്തു കേട്ടോ. പ്രസ് ചെയ്തെടുത്ത ശേഷം ഇതേ കണ്ടല്ലോ ഇതുപോലെ നേരെ സിബ് അതിമക്ക് മറച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടല്ലോ, ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സീക്രട്ട് സിബ് അറ്റാച്ച് ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ, മറിഞ്ഞും പിരിഞ്ഞൊന്നും പോവാതൊക്കെയുള്ള. അപ്പോൾ ഇതിൽ കാണിക്കണ പോലെ തന്നെ അങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ ലോങ് സ്റ്റിച്ച് ഇട്ടല്ലോ ആദ്യം, അത് നേരെ ഇങ്ങോട്ട് കഴിച്ചെടുക്കുക കേട്ടോ. ആ സ്റ്റിച്ചിൻ്റെ ആവശ്യം പിന്നെ ഇല്ല. കണ്ടല്ലോ, അതേപോലെ ആ സ്റ്റിച്ച് ഇങ്ങോട്ട് പതുക്കട് വലിച്ചെടുത്താൽ പിന്നെ ആ സ്റ്റിച്ച് പോയി. അപ്പം ഇത് നിർത്തിയാൽ കണ്ടല്ലോ ഇതുപോലെ കിട്ടും. ഇനി ആ സിബ് ഓപ്പൺ ചെയ്ത ശേഷം 1 സൈഡ് പ്രഷർ ഫൂട്ട്, ഞാൻ 3-in-1ൻ്റെ പ്രഷർ ഫൂട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അതൊരു സൈഡിലേക്ക് ജസ്റ്റ് നീക്കി കൊടുത്തിട്ട് അതേപോലെ ഇതിൻ്റെ അരുഭാഗം വെച്ചിട്ട് ചേർത്തിട്ട് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് അടിച്ചെടുക്കുക. ഇതുപോലെ കണ്ടല്ലോ ഇതിൽ കാണിക്കണ പോലെ ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ചെടുത്ത് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് സ്ലീവ് ചെയ്ത ശേഷം സ്ലീവിൻ്റെ വക്ക് മടക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ എപ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോൾ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം ഓരോ സ്റ്റിച്ചിങ്ങിന് ശേഷം. പക്ഷെ ഇത് സാറ്റിൻ ആയതുകൊണ്ട് എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ഇത് കറക്റ്റ് ഞാൻ പെരുന്നാളിൻ്റെ തലേ ദിവസം ഇരുന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. ഒരു ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ ഒരു ക്ലോത്തിൻ്റെ കയ്യിൽ എക്സ്ട്രാ ലെസ് ഉണ്ടായിന്, അതുകൊണ്ട് മാത്രം ആ ക്ലോത്ത് എടുത്തായിട്ട് ജസ്റ്റ് ഒന്നത് ചെയ്തതാണ് കേട്ടോ. ഇതുപോലെ ഇതിൽ സ്റ്റിച്ചിങ് കാണിച്ചിട്ടില്ലെങ്കിലും ഓരോന്നും സ്റ്റിച്ച് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മതി. അംബർലൻ്റെ സെമി അംബർലൻ്റെ ഗൗണാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഗൗണായിട്ടില്ല, നമ്മളെ ഇതുപോലെ എന്താണ് അനാർക്കലി പോലെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നേരെ ഒരു സൈഡ് നമ്മൾ കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതിൽ കാണിക്കണ പോലെ 1 സൈഡ് കൂട്ടി കൊടുക്കുക. കാരണം ഇതിന് ഒരു സൈഡ് കൂട്ടിയാൽ മറ്റേ സൈഡ് നമുക്ക് മൊത്തമായിട്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് സുഖം കേട്ടോ. തായ് ഭാഗം യോക്കിൻ്റെ പോർഷനിൽ സ്കേർട്ട് ഭാഗം അറ്റാച്ച് ചെയ്യാൻ, അങ്ങനെ സ്കേർട്ടിൻ്റെ പോർഷന് അറ്റാച്ച് ചെയ്യാണ് അടുത്ത പണി വന്നിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഈ സ്കേർട്ടിൻ്റെ പോർഷന് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ 1 സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് നടുഭാഗത്ത് നമ്മളൊരു നോച്ചിടണം. അത് കറക്റ്റായിട്ട് നടുവിൽ വരുന്നില്ല എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ പോർഷന് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറു സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഒക്കെ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ ഇത് നല്ല സിമ്പിളാണ്, കാരണം ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും ഞാൻ അറ്റാച്ച് ചെയ്തെടുത്ത് ഇനി റോൾ ഡാമിൻ്റെ ഫൂട്ട് വെച്ചിട്ട് തന്നെ തായ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം പഞ്ചിങ് ബീഡ്സ് വെച്ചിട്ട് കുറച്ച് ബീഡ്സ് ചെറുതും വലുതുമായിട്ടുള്ള വൈറ്റ് ബീഡ്സ് കുറച്ച് ഈ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ സ്റ്റോൺസ് ഉണ്ടല്ലോ, കുന്തൻ സ്റ്റോൺസും ലേശം ഏതാണ് ഫാബ്രിക് ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തത്. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് കുന്തൻ സ്റ്റോൺസ് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീരലോടുകൂടി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത്ര മാത്രമേ ഞാനിതിൽ ചെയ്തിട്ടുള്ളൂ വർക്ക്, കാരണം ഇതിനുള്ള ടൈമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേന് തന്നെ രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ട്. കാരണം ഇത് കട്ട് ചെയ്ത് വെച്ചത് പകലായിരുന്നു, പക്ഷേ രാത്രിയാണിത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഹെവി ആക്കാൻ തോന്നിയിട്ടാണ് കുന്തൻ സ്റ്റോൺസ് കൂടിയും കുറച്ച് ഒടിച്ചു കൊടുത്തത്. ഈ ബീഡ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരാരെയും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.